അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അമേരിക്കൻ ചോപ്സിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് ജൂലിയൻ കട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കണം. അതായത് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കണാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. അത് കുറച്ച് വെള്ളം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് ശരിക്കും സെർവ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൈഡ് നൂഡിൽസ് ബേസായിട്ട് വരും. അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേവി, ചിക്കനൊക്കെ ഇട്ടൊരു ഗ്രേവി വരും. അതിൻ്റെ മുകളിൽ ഒരു സണ്ണി സൈഡ് അപ്പ്, അതായത് ഒരു പുൾസയും കൂടി ഇട്ടിട്ട് അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നൂഡിൽസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വേവിച്ചാന്ന് വെച്ചാൽ വെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെന്ത് വരുമ്പോൾ അത് ഊറ്റിക്കളഞ്ഞിട്ട് ആ വെള്ളം ഊറ്റിക്കളയുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നൂഡിൽസ് നല്ലപോലെ വിട്ട് കിടന്നോളും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണം ഈ നൂഡിൽസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ചിക്കനൊക്കെ കോരി മാറ്റി വയ്ക്കാം. ഈ സ്റ്റോക്ക് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ യൂസ് ചെയ്യണം. ഇനി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഒരു ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഒരു വലിയൊരു ഇടിയപ്പത്തിൻ്റെ ഷേപ്പായിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറച്ചധികം നേരം വേണ്ടി വരും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ബുൾസൈ ഉണ്ടാക്കിയെടുക്കാം. സെയിം ഞാൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിൽ തന്നെയാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതെടുത്ത് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുതാക്കി നുറുക്കിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ 1.5 സവാള വേണം, വലുതാണെങ്കിൽ 1 മതിയാവും. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ ചെറിയ പീസാക്കി സ്ട്രിപ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഒന്നിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വലിയ പീസാക്കി വേവിച്ചിട്ട് അതിൽ നിന്നൊന്ന് പിച്ച് ഇട്ട് കൊടുത്താലും മതി. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെജീസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ വേണം. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് വെന്ത് പോവാനും പാടില്ല, നല്ല ക്രഞ്ചി ആയിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ല പോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അത് ഗ്രേവി ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ സെർവ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രൈഡ് നൂഡിൽസ് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചധികം ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബുൾസൈ വെച്ച് കൊടുക്കാം. കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ അമേരിക്കൻ ചോപ്സി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നല്ല ക്രിസ്പി നൂഡിൽസ് ആ ഗ്രേവിയിൽ കിടന്ന് നല്ല പോലെ ഇങ്ങനെ കുതിർന്നിട്ട് സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റിയാണ്. നൂഡിൽസും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.